ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തല്ലേ വീഡിയോ നിർത്തിയത്. ഇത് ഏട്ടന് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പം ഓരോ സെറ്റ് കഴിയുമ്പോഴും അടുത്ത ആൾക്കാർ വന്നിങ്ങനെ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയിട്ട് ഇരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ ആണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. 4 ബ്ലോക്കിലായിട്ടാണ് അപ്പാർട്ട്മെൻറ്റ്. അവരതിൽ ഡി ബ്ലോക്കിലാണ് കേട്ടോ. സോ അതിൻ്റെ ഫ്രണ്ട് സൈഡ് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്ലേ ഏരിയ, പിന്നെ സ്വിമ്മിങ് പൂള്, അങ്ങനെ ഒരു കോട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. വീടിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഹോം ടൂർ ഞാൻ കാണിച്ചു തരാം. അത് ഏട്ടൻ്റെ ഫോണിലാണുള്ളത് കേട്ടോ. അത് ഞാൻ എൻ്റെ ഫോണിലെടുത്താണ്. എനിക്കിഷ്ടപ്പെട്ട ഏരിയകൾ മാത്രമേ ഇതിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് അഞ്ജുവിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു വോൾ ഡിസൈൻ കൊടുത്തതിൽ ഇങ്ങനെ വേൾഡ് മാപ്പ് വയ്ക്കണം എന്നുള്ളത്. അതവർ ചെയ്തു കേട്ടോ. ഇത് അനുരൂപേട്ടൻ്റെ ഏട്ടൻ്റെ ഉണ്ണിയാണ്. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പി. അവനാണ് നമ്മുടെ വീട്ടിലെ കാരണവർ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ചോട്ടാപ്പിയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. ഇവരെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വൈകുന്നേരം ഒരുമിച്ച് എല്ലാവരും പോയി കേട്ടോ. അതാണ് പറഞ്ഞത്, ഞങ്ങൾ ലാസ്റ്റേ പോകുള്ളൂ. കാരണം അതാണ് അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ ഇതാണ് അവരുടെ റൂം കേട്ടോ. അപ്പം ഈ ഒരു സംഭവമൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയതാണ്. എല്ലാ ഡിസൈനും അവർ തന്നെ ഐഡിയയിൽ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം വാർഡ്രോബൊക്കെ നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഫുഡ് വിളമ്പി. പിന്നെ കുഞ്ഞാപ്പിക്ക് ഇത് അവന് ഈ പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഗിഫ്റ്റിൻ്റെ പെട്ടിയാണ് അവന് വേണ്ടത്. അവന് ചെറിയ ടെൻറ്റ് പോലെ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് എപ്പോഴാണ് പൊട്ടിക്കുക എനിക്കതിൻ്റെ കാർഡ്ബോർഡ് തരുമോ എന്ന് ചോദിച്ചിട്ട് നടക്കണ്ടായിരുന്നേ. പിന്നെ ഫുഡൊക്കെ വിളമ്പി. കുറേ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വിളമ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരിപ്പ് കറിയും സംഭവങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് സെറ്റായിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവരെ കൂടെ കഴിക്കുമ്പം ഭയങ്കര ഹാപ്പിയായി. എനിക്ക് വീഡിയോ എടുത്തിട്ട് മതിയാവില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പിന്നിൽ എടുത്തുകൊണ്ടിരിക്കണേ. പക്ഷെ എങ്ങനെ എടുക്കണം, എങ്ങനെ ഇതാക്കണം എന്ന് എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമൊക്കെ ഞാൻ പിന്നെ ഇതന്നെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിജയിക്കരുത് ഇത് എന്താ സെയിം കണ്ടത് കാണിച്ചു തരണേന്ന്. പക്ഷേ അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അവർ അത്രയും ആഗ്രഹിച്ച് അത് സെറ്റാക്കി വരുമ്പം ഒരു റിസൾട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അനുരൂപേട്ടൻ്റെ ഈ ഇരുത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു സെറ്റിലായിട്ടുള്ളൊരു ഗൃഹനാഥൻ അങ്ങനെ ഇരിക്കുകയാണ് മൂപ്പരാൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അഞ്ചുകുട്ടിയുടെ അടുക്കള കാണിച്ചു തരാം. ഞാൻ മൊത്തം നല്ല ഭംഗിയിൽ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഏട്ടൻ നല്ല ഭംഗിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു മൂല പോലും